ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഷെമീം സാർ വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനോടൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഡിസംബർ 1-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതുപോലെ വെക്കേഷൻ ഉണ്ടാവില്ലേ എന്ന തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനുവരിയിൽ എക്സാം അല്ലേ, അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ റീസൺ എന്താ, നമ്മുടെ ഇലക്ഷൻ ആണ് അല്ലേ. ഓക്കെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് നടക്കും എന്നുള്ളതിൽ ഒരു ധാരണയായിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ക്രിസ്മസ് എക്സാമിന് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. റിവിഷനൊക്കെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എക്സാമിനർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ന്യൂസിലേക്ക് പോകാം. സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായിട്ട് നടത്താനാണ് അവസാന തീരുമാനം വന്നിരിക്കുന്നത്. ഓക്കെ, ഒറ്റഘട്ടമായിട്ടാണ് നടത്തുന്നത്. ഞാൻ പറയുന്നതല്ല, നമുക്ക് നോക്കാം. യെസ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വിദ്യാഭ്യാസ കലണ്ടർ താളം തെറ്റിയെങ്കിലും സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റഘട്ടമായി തന്നെ നടത്താൻ ആലോചന. ഇതിനായി ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ഓക്കെ, അപ്പോൾ അത് വെറുതെ പറയുന്നല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനിച്ച കാര്യമാണ്. ഒറ്റഘട്ടമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പരീക്ഷ നടത്തണം എന്നുള്ളത്. നമുക്ക് ബാക്കി നോക്കാം. യെസ്, ഡിസംബർ 15-ന് പരീക്ഷ ആരംഭിക്കും എന്നാണ് മക്കളെ. ഡിസംബർ 15-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നത്. 23-ന് പൂർത്തിയാക്കി സ്കൂൾ അടയ്ക്കും. ഓക്കെ, 23-ാം തീയതി വരെ നമുക്ക് എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാകും. ചിലപ്പോൾ അവസാനത്തെ ദിവസം ടൈം ടേബിൾ ഒന്ന് ഒഴിവാക്കാറുണ്ട്. 22-ാം തീയതി വരെ ആയിരിക്കും മിക്കവാറും പരീക്ഷ ഉണ്ടാവുക. 23-ാം തീയതി എന്ത് ചെയ്യുന്നു, പരീക്ഷയൊക്കെ അവസാനിച്ച് ക്ലോസ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മുടെ പരീക്ഷ നടത്താം, ഇപ്പോൾ 15-ാം തീയതി എന്തെങ്കിലും ബന്ധമൊക്കെ വന്നു വിചാരിക്കുക, ഹർത്താലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷ എങ്ങോട്ടാണ് സാധാരണ മാറ്റി വെക്കാറ്, ഏറ്റവും അവസാനത്തെ ആ ഒരു ദിവസത്തേക്കാണ് മാറ്റി വെക്കാറ്. റിസർവ് ഡേ എന്നൊക്കെ പറയും. 23-ാം തീയതിയിലേക്ക് ആ പരീക്ഷ മാറ്റി വെക്കും. ഓക്കെ, പിന്നെ ജനുവരി 5-നാകും തുറക്കുക. ഓക്കെ, ജനുവരി 5-ന് നമ്മുടെ സ്കൂൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ 23-ാം തീയതി കഴിഞ്ഞാൽ 24, 25, 26, 27, 28, 29, 30, 31, 1, 2, 3, 4, 5 ഇത് കുറച്ചധികം ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. ചെറിയൊരു പണി എന്തോ ഉണ്ട്, നോക്കാം. യെസ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1-2 പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി 7-ന് നടക്കും. അന്തിമ തീരുമാനം വിദ്യാഭ്യാസ നിലവാര സമിതി QIP യോഗത്തിലെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഈ QIPയിലുള്ളതും എന്ത് തന്നെ ആയിരിക്കും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ QIPയിലും മിക്കവാറും അതേ ഒരു തീരുമാനം തന്നെ വരാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ഘട്ടമായി പരീക്ഷ നടത്താനുള്ള സാധ്യത തേടിയിരുന്നു. മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ അല്ലേ. എന്നാൽ അവധിക്ക് മുൻപും ശേഷവുമായുള്ള പരീക്ഷ വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്കയാണ്. അതായത് വെക്കേഷനിൽ മര്യാദക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല, പരീക്ഷയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് തന്നെ 23-ാം തീയതി തന്നെ കംപ്ലീറ്റ് എക്സാം തീർക്കും. പക്ഷേ ഹയർ സെക്കൻഡറിയിൽ 1-2 പരീക്ഷ ഉണ്ടാവുന്ന പറയുന്ന അവർക്ക് പിന്നെ മാനസിക സമ്മർദ്ദമൊന്നും ബാധകമാവില്ലായിരിക്കാം. ഓക്കെ, യെസ്, എനിവേ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം ടേബിൾ, ഇങ്ങനെ ഒരു പരീക്ഷയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും താഴെ യെസ് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെ ആവണം പരീക്ഷ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതല്ല ഇങ്ങനെ വേണ്ട, അത് കുറച്ച് റിസ്ക് ആണ്, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, പരീക്ഷ നടത്താം, അങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനം, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ നമുക്ക് എത്ര ദിവസമാണ് പരീക്ഷ നടത്താനുള്ളത്, 15-ാം തീയതി അല്ലേ. 15-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി വരെ സമയമുണ്ട്. അത്യാവശ്യം സമയം ഉണ്ടാകും. എങ്കിലും ഒരു ദിവസമൊക്കെ ചിലപ്പോൾ 2 എക്സാമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ എല്ലാ പരീക്ഷയിലും നമുക്ക് ഉണ്ടാവുന്നതാണ് അല്ലേ. ഫസ്റ്റ് ടൈം ആണെങ്കിലും സെക്കൻഡ് ടൈം ആണെങ്കിലും ഒരു ദിവസം 2 എക്സാമൊക്കെ വരാറുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, അത് വലിയ വിഷയമല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ക്രിസ്മസ് എക്സാമുമായിട്ട് ടൈം ടേബിളൊക്കെ വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ എക്സാമിനർ ഫാമിലി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.